നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലപ്പാടിയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇവിടുത്തെ ഒരു വെള്ളക്കെട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉടനടി തന്നെ PWDയെ വിളിച്ച് അതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡ് തലപ്പാടി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇവിടുത്തെ വീഡിയോ ഇട്ടത്. ഇവിടുത്തെ ഓടകൾ മുഴുവൻ മണ്ണ് വന്ന് നിറഞ്ഞിട്ട് റോഡിലേക്ക് വെള്ളം ഒഴുകി ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഇട്ട് അന്ന് വൈകിട്ട് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പർ ജോബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ വീഡിയോ PWDക്ക് കൊടുക്കാൻ വേണ്ടി ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ ഷെയർ ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം തന്നെ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ അന്ന് വൈകിട്ട് മണർകാട് വരെ പോയപ്പോഴത്തേനാണ് ഇവിടെ പണി നടക്കുന്നത് കണ്ട JCB. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് പ്രസിഡന്റുമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് ഞാൻ തലപ്പാടി വരുന്നത്. അപ്പോൾ അവർ അവിടുത്തെ ഓടയിലെ മണ്ണ് മുഴുവൻ ഇപ്പം തന്നെ ഏതാണ്ട് 6-7 ലോഡ് മണ്ണ് ഈ ഓടയ്ക്കകത്തുനിന്ന് തന്നെ കയറിപ്പോയിട്ടുണ്ട്. കാരണം ഓട മൊത്തം നിറഞ്ഞ് മൊത്തം മൂടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ തലപ്പാടിയിൽ വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വെള്ളക്കെട്ടാണ്. അതിന് പരിഹാരം കാണാൻ മുന്നിരുന്ന് ആരും ശ്രമിച്ചില്ലെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മറ്റൊരു ദൃശ്യം കൂടെ കാണാം. ഇതൊരു അപകട വളവെന്ന് അറിയപ്പെടുന്നത്. കാരണം തലപ്പാടിയിലെ നേഴ്സിംഗ് കോളേജിൻ്റെ നേരെ മുൻവശമാണ്. അപ്പോൾ ഇവിടെ ഈ ഇടത് സൈഡ് മുഴുവൻ കാട് പിടിച്ചിട്ട് അവിടെ ഒരു മറവാണ്, വളവ്, കൊടും വളവ് തന്നെയാണിത്. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കാട് കാരണം ഇവിടുത്തെ ഒരു വലിയൊരു മറവും കൂടെയാണ്. ഇപ്പം നമുക്കറിയാം പഞ്ചായത്തിലൊക്കെ പുതിയ ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട്. കാട് പിടിച്ച സ്ഥലങ്ങൾ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായെല്ലാം തെളിക്കണമെന്നും പറഞ്ഞ് ഒക്കെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഉടനടി ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഇതൊരു വലിയ മറവും കൂടെയാണ്. അപ്പം ഇവിടെ ഈ റോഡിൻ്റെ സൈഡ് ഇടയ്ക്ക് PWD വന്ന് ഇവിടുത്തെ മണ്ണൊക്കെ കോരുമ്പോഴത്തേന് അത് എല്ലാ സ്ഥലത്തെയും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോയിടും. അതാണ് ഇവിടെ കണ്ടുവന്നത്. അപ്പോൾ ഈ മണ്ണ് ഇവിടെ കൂടി കിടന്നിട്ട് മഴക്കാലം വരുമ്പോഴത്തേന് ശക്തമായ വെള്ളമൊഴുക്കും കൂടെ വരും. ഇത് കണ്ട് ഒരു ഇറക്കം താഴോട്ട്, അവിടെയാണ് ഈ വെള്ളക്കെട്ടുണ്ടായത്. അപ്പം എന്തുണ്ട്, ഇവിടെ മറ്റൊരു കാഴ്ചയും കൂടെ ഉണ്ട്. ഇവിടെ KSEBയുടെ കുറേ പോസ്റ്റ് കൊണ്ടുപോയി റോഡ് സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. മിക്കയിടത്തും കാണാം KSEBക്കൊക്കെ ഇഷ്ടം പോലെ സ്വന്തമായിട്ട് സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാണ്. അവിടെ യാർഡിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാതെ റോഡിൽ കൊണ്ടുപോയിടും. അതിൻ്റെ പുറത്ത് ഏതെങ്കിലും വാഹനം വന്ന് കയറും. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, ഇപ്പം ഈ മണ്ണ് ഇവിടെ കൂടിക്കിടക്കുകയാണ്. ഇപ്പം മറ്റൊരു സ്ഥലത്തും ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഇവിടുത്തെ ഈ സൈഡിൽ കൂടെയാണ് വെള്ളം ഒഴുകേണ്ടത്. അത് അടഞ്ഞു പോയിട്ട് ആ വെള്ളം വരുന്നത് നേരെ ഇവിടുന്ന് റോഡിലേക്കാണ് ഒഴുകുന്നത്. ഈ വെള്ളം കൂടെ തലപ്പാടിയിലേക്ക് ചെല്ലുമ്പോഴത്തേനാണ് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നത്. വേണ്ട, ഈ വെള്ളം ഒഴുകുന്ന ഭാഗം നിങ്ങൾ കാണാം. പക്ഷേ ഈ സൈഡത്തെ ഓടയ്ക്കകത്തോടെ ഈ സൈഡിലെ മണ്ണും കൂടെ കോരുകയാണെങ്കിൽ ഈ വെള്ളം നേരെ ഈ ഓട വഴി തന്നെ പോവുകയും ചെയ്യും. അങ്ങ് വരെ വെള്ളക്കെട്ടില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ ഇതും കൂടെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പോവും. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇപ്പം ഇവിടെ ഈ തട്ടുകടയുടെ അടിവശവും ഇത് കണ്ടോ, മണ്ണ് ഇവിടെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഈ തട്ടുകടയുടെ മുന്നിൽ കൂടെയാണ് ഒഴുകുന്നത്. കണ്ടോ, ഇവിടെ ഈ ഓടയ്ക്കകത്ത് മറച്ച് മണ്ണാണ് കിടക്കുന്നത്. ആ ഓട സ്വല്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാട് പിടിച്ച് ഇവിടെ അടവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം പിന്നെ അങ്ങോട്ട് തള്ളിപ്പോകത്തില്ല. പിന്നെ ഇവിടെ ഈ കലിങ്ങിൻ്റെ ഇത് പഞ്ചായത്ത് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഏറ്റവും വീതി കൂടിയ ഗ്രില്ലിടുകയാണെങ്കിൽ ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവന് ഈ ഓട വഴി പോകാൻ അതിനും തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇപ്പോൾ ഓടയിലോട്ട് ശക്തമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടോ. ഈ വെള്ളം മുഴുവൻ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്നത് വഴിയിലോട്ടാണ്. ഇപ്പം വഴി നല്ല ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒത്തിരി പേര് ഇതിന് അടിയിലൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം പുതുപ്പള്ളിത്തൂടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നൊക്കെയാണ് കമൻറ്റിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഓരോ നാട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞൊക്കെ ആയിരിക്കും ഓരോ മീഡിയകളൊക്കെ വരുന്നത്. അവരത് പൊതുജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുമ്പോൾ അല്ലെ അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തുമ്പോഴായിരിക്കും അതിന് പരിഹാരം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ആരും ശ്രമിക്കാതിരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിന് ഒറ്റ ദിവസം കൊണ്ട് പരിഹാരം ഇത് ചെയ്തു തന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളോട് മുഴുവൻ നന്ദി അറിയിക്കുകയാണ്. കാരണം അവർ ഒരു കൂട്ടായ തീരുമാനം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് PWDയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു തീരുമാനം ഇവരെടുത്തത്. ഉണ്ട്, ഇപ്പോൾ ഇവിടുത്തെ വെള്ളക്കെട്ടെല്ലാം പൂർണ്ണമായിട്ടും നേരത്തെ ഈ വഴിയിലോട്ടൊക്കെ മുഴുവൻ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്താണ് നല്ല ഓടയ്ക്കകത്തോടെ നല്ല സുഖമായിട്ട് വെള്ളം കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രദേശത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയൊരവസ്ഥയാണ്.
എങ്ങനെയുണ്ട്, പരിഹാരമായില്ലേ? അതെ അതെ അതെ. ഇന്നലെ പണി തുടങ്ങിയായിരുന്നു അല്ലേ? ആ, അപ്പം നമ്മൾ പിന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ നടപടിയായി, എല്ലാം ക്ലീൻ ആക്കി. പുള്ളി ചെയ്യുമെന്നേ, കാരണം നമുക്കറിയാം പുള്ളി എല്ലാ കാര്യവും നമ്മളോട് പറയുമ്പോഴത്തേനെ. അപ്പം ഏത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി അത് നല്ലതാണെങ്കിൽ പുള്ളി അന്നേരം ചെയ്യും. പിന്നെ ഇപ്പൊ വെള്ളം ഒഴുകി പോകാൻ തുടങ്ങിയപ്പം തന്നെ ഇവിടുത്തെ ആ പ്രശ്നം. അതെ അതെ. ഇത് ഇവിടെ ഈ വെള്ളം എങ്ങോട്ടാ ഒഴുകി പോകുന്നേ? ഇതൊരു ചെറിയ തൊണ്ടുണ്ടല്ലേ? ആ, ഇതിവിടെ മണർകാടല്ലേ ഇവിടം വരുന്നത്? ആ ബോർഡിനപ്പുറം മണർകാട് അല്ലേ? അതെ അതെ. ശാന്തമ്മ തന്നെ 10 വർഷം. അതെ അതെ. ആണല്ലേ? അതെ അതെ. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നടപടിയായി. നടപടി ആവുമെന്നോ? ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ 2 വീട്ടുകാരുണ്ടല്ലോ, അപ്പൊ അവരെന്നോട് പറഞ്ഞതുപോലെ അവിടെ ഇതുപോലെ അവിടുന്ന് മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് കിടക്കുന്നില്ല, ആ മണ്ണ് ഇതിൻ്റെ അകത്തോട്ട് ഓടയ്ക്കകത്തോട്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതാ കൂടുതൽ വന്ന് അടയുന്നത്. അപ്പോൾ അതും കൂടെ ഇന്ന് ശ്രദ്ധപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉടനടി പരിഹാരം കണ്ട ഈ വാർഡിലെ മെമ്പറും കൂടെ ആയ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്രമനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മളെ തലപ്പാടിയിലെ വിശേഷങ്ങളൊക്കെ തീർന്ന് നമ്മൾ നേരെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോവുകയാണ്. കാരണം പുതുപ്പള്ളിയിലെ നിരവധി പ്രശ്നങ്ങൾ, പരാതികൾ നമ്മൾ ചാനലിൽ കൂടെ അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിന് കുറച്ചൊക്കെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാം. അപ്പോൾ ഈ അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. പുതുപ്പള്ളിക്കാർക്കെല്ലാം പുതുപ്പള്ളിയിലെ മുഴുവൻ വിവരങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക.